ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നമുക്ക് മുന്നിൽ എത്തുന്ന ഏറ്റവും വലിയ അനാസ്ഥയുടെ വാർത്ത വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങളാണ്. ഇത്തരം മരണങ്ങൾ തുടർക്കഥയാവുമ്പോഴും വകുപ്പുകളുടെ അനാസ്ഥയിൽ മാത്രം യാതൊരു മാറ്റവുമില്ല. തലസ്ഥാനത്ത് വഞ്ചിയൂരിന് സമീപം ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണ്. കമ്മട്ടം റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജില്ലാ TB സെന്റർ വളപ്പിലെ കൂറ്റൻ മരങ്ങൾ. അത് ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. കണ്ടപ്പോൾ അല്ലാതെ ഭയം തോന്നി കാറ്റടിക്കുമ്പോൾ. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഭീതിയാണ് ഈ വാക്കുകളിൽ. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റിൽ ഏതു നിമിഷവും ഈ മരങ്ങൾ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീഴാം. നഗരത്തിലെ പ്രധാന സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ തിരക്കൊഴിവാക്കി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വഴി കൂടിയാണിത്. ഈ അസോസിയേഷനിൽ ഏകദേശം 300 വീടുകളുണ്ട്. ഈ 300 വീട്ടിലുള്ളവരും മെയിൻ റോഡെന്ന് പറഞ്ഞ ഈ കമ്മട്ട ലൈൻ എന്ന് പറഞ്ഞ റോഡാണ്. ഈ റോഡ് അതുമാത്രമല്ല, താഴെ ഹോളി ഏഞ്ചൽ സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും പോകുന്നതും ഈ റോഡിൽ കൂടെയാണ്. അവിടെയാണ് ഈ ലൈൻ കമ്പി ഇങ്ങനെ നിൽക്കുന്നതും ഈ മരങ്ങൾ മുറിക്കാതെ നിർത്തിയിരിക്കുന്നതും. ജില്ലാ TB സെന്റർ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലെ മരങ്ങളാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം DMOയ്ക്ക് നിവേദനം നൽകി. പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി. നമ്മൾ പല പ്രാവശ്യം DMOയെ കണ്ട് നിവേദനങ്ങൾ കൊടുത്തു. മരങ്ങൾ വെട്ടാനുള്ള നടപടി എടുക്കാമെന്ന് പറയുന്നല്ലാതെ പേരിന് വന്ന ഒരു 2 മാസം മുമ്പ് ഒരു മരത്തിൻ്റെ ചില്ല മാത്രം വെട്ടി ആ റോഡിൽ ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ മാറ്റുക പോലും ചെയ്തിട്ടില്ല. പിന്നീട് പല പ്രാവശ്യം അവരെ അപ്രോച്ച് ചെയ്തെങ്കിലും ഇപ്പം വെട്ടാം എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു തീരുമാനമുണ്ടായി. ആരുടെ ഉത്തരവാദിത്തമെന്ന് വകുപ്പുകൾ തർക്കിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ അപകടങ്ങൾ ഉണ്ടാകും വരെ ഈ തർക്കം തുടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരുവനന്തപുരം.